നമസ്കാരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്തു. മാധ്യമങ്ങൾക്ക് നേരെ അലറിയെടുത്തു. ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, അഭിപ്രായം പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഈ രീതിയിലുള്ള തലക്കെട്ടോടു കൂടിയാണ് ഇന്നലെ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ തോന്നി. കാരണം എത്രന്ന് വെച്ചാടേ സഹിക്കുന്നേ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ്, ഇടിച്ചു കയറി ചെല്ലുകയാണ്. ഒരു സ്പേസ് ഇട്ടിട്ടല്ല ചെല്ലുന്നത്, ഇടിച്ചു കയറി ഒരു ഗ്യാപ്പും ഇല്ലാതെ ആ വ്യക്തിയുടെ വായ്ക്കകത്തോട്ട് ഇല്ല കോല് കുത്തി കയറ്റുന്നത് പോലെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാം അങ്ങ് മറുപടി പറഞ്ഞോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണ്? എന്താണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഏതായാലും അങ്ങനെ ഒരു ടേം നമ്മുടെ ഭരണഘടനയിലില്ല. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ടേം ഭരണഘടനയിലില്ല. പിന്നെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ രാജ്യത്ത് നടക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുള്ള ഓരോ പൗരനുമുണ്ട്. അപ്പൊ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തെ ഈ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവമാക്കി മാറ്റി. എന്നിട്ട് ഈ ഒരു ടേമും വെച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തേക്കും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ സുരേഷ് ഗോപി അദ്ദേഹം അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാൻ വേണ്ടി ചെന്നപ്പോൾ കാറിന്റെ ഡോറ് വരെ മറച്ച് നിന്ന് ചെന്ന് അയാളുടെ കീഴിൽ ചെന്ന് മയക്കി പിടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പിടിച്ചു തള്ളിയത്. അതിനകത്ത് ഒരു തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല. അതിപ്പോ ഏത് വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. 24/7 അവരുടെ പുറകെ നടക്കുകയാണ് മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട്. ഇപ്പൊ എന്ത് വിഷയം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് കാര്യം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അഭിപ്രായം പറയേണ്ടുന്ന സമയത്ത് അവർ അഭിപ്രായം പറയും. നിങ്ങളോട് പറയാനുള്ള സമയത്ത് അവർ നിങ്ങളെ വിളിച്ചു വരുത്തി അഭിപ്രായം പറയും. അതല്ലേ ശരിയായിട്ടുള്ളൊരു മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്? ഈ മാധ്യമധർമ്മം, മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വലിയ കടിച്ചാ പൊട്ടാത്ത ടേമും ഒക്കെ എടുത്തുകൊണ്ട് ഈ മരണ വീട്ടിൽ വരെ, അതായത് മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയെ നോക്കി കരയുമായിരിക്കും മരിച്ചു കിടക്കുന്ന ആളുടെ ആ പ്രിയപ്പെട്ടവര്. അവരുടെ കീഴിലൂടെ വരെ ചെന്നാണ് ഇവർ മൈക്കും കൊണ്ട് ചെല്ലുന്നത്. എങ്ങനെ ഇരിക്കുന്ന സംഭവം? ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടിയാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. അവിടെ പിടിച്ചു തള്ളിയതിൽ ഒരു കുഴപ്പവുമില്ല. ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്തു. ആ ടേമാണ് ഇവരോട് യൂസ് ചെയ്യേണ്ടത്. എല്ലാ സ്പേസിലേക്കും, എല്ലാ പേഴ്സണൽ സ്പേസിലേക്കും, എന്ത് കാര്യത്തിലേക്കും ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കില്ല. അവരൊരു സ്പേസ് കീപ്പ് ചെയ്യണം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു ഇന്റർവെൻഷൻ, അവരുടെ കടന്നുകയറ്റം, അവർക്ക് ആ അത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി പാടില്ല. അവരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കണം. എല്ലാ കാര്യത്തിലും അവരും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇല്ല, ഒരു മീഡിയാസിനും ഇല്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഓരോ വ്യക്തികളുടെയും വ്യക്തി സ്വാതന്ത്ര്യവും പേഴ്സണൽ സ്പേസും എല്ലാം മാനിച്ച് മാധ്യമങ്ങൾ എന്ത് ചെയ്യണം? വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം. അതിപ്പോ കേന്ദ്രമന്ത്രിയാണ്, എല്ലാ കാര്യത്തിലും മറുപടി പറയണം. അങ്ങനെ കേന്ദ്രമന്ത്രി എല്ലാ കാര്യത്തിലും മറുപടി പറയണമെന്ന് നിർബന്ധമില്ല. റെസ്പോൺസിബിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി. പിന്നെ അദ്ദേഹം ഒരു ആക്ടറാണ്. അപ്പൊ ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം പ്രതികരിക്കും. നിങ്ങൾ പ്രതികരിച്ചേ മതിയാവൂ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യമാണ്. ജനങ്ങൾ അറിയേണ്ട ചോദ്യമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്നും പറഞ്ഞേൽപ്പിച്ചിട്ടില്ലല്ലോ. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യമാണ് ഇത്, നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് ഭയങ്കര ധാർഷ്ട്യം കാണിക്കുന്നത് ആരാണ്? മാധ്യമപ്രവർത്തകരാണ്. എല്ലാ കാര്യത്തിലേക്കും ഇങ്ങനെ ഇടിച്ചു കയറാതിരിക്കുക. മാധ്യമങ്ങളെ എല്ലാ കാര്യത്തിലേക്കും ഇങ്ങനെ ഇടിച്ചു കയറാൻ സമ്മതിക്കാതെ ഇരിക്കുക. അപ്പൊ ഇവരുടെ ഈ ഒരു ഈ ഇടിച്ചു കയറ്റത്തിന് ഒരു നിയന്ത്രണം വരുത്തണം. ആ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലത്തില്ലല്ലോ. അപ്പൊ നിർത്തേണ്ട അടുത്ത് നിർത്തിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അതിപ്പോ മാധ്യമപ്രവർത്തകരെ ആയിക്കോട്ടെ, ഏത് മീഡിയാസ് ആയിക്കോട്ടെ, നിർത്തേണ്ട അടുത്ത് നിർത്തണം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി പാടില്ല. അത് അവസാനിപ്പിക്കണം. അങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ മാധ്യമധർമ്മവും മാധ്യമ സ്വാതന്ത്ര്യവും പുലർത്തിയാൽ മതി. അല്ലാതെ നിങ്ങളുടെ ധർമ്മമൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കാക്കക്കൂട്ടത്തെ പോലെ അങ്ങോട്ട് അടുക്കും. എന്നിട്ട് അകത്ത് നിൽക്കുന്ന ആ സാധനത്തെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൊത്തിപ്പറിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആ നിയന്ത്രണം വിട്ടുപോകും, ദേഷ്യം വന്നു പോകും, ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ആ ഡിസ്റ്റർബൻസിൽ അവരെന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ തെറ്റുകാര് മാധ്യമങ്ങളാണ്.